ഫ്രണ്ട്സ്, നാഷണൽ ഡിഫൻസ് അക്കാദമിയിലേക്കും നേവൽ അക്കാദമിയിലേക്കുമുള്ള എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് +2 ആണ് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത. ജസ്റ്റ് +2 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. ഇനി +2 പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന വിദ്യാർത്ഥികളൊക്കെ ഉണ്ട്, മാക്സിമം അവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു എക്സാമിനേഷനിലൂടെ നമ്മൾ സെലക്ട് ആയാൽ അതിൻ്റെ ട്രെയിനിങ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ 3 കാറ്റഗറിയാണ്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ആർമി ഉണ്ട്, നേവി ഉണ്ട്, എയർഫോഴ്സ് ഉണ്ട്. ആർമിയിലാണ് നിങ്ങൾ സെലക്ട് ആകുന്നതെങ്കിൽ നിങ്ങൾ ലെഫ്റ്റനന്റ് എന്ന് പറയുന്ന തസ്തിയിലാണ് സെലക്ട് ആകുന്നത്. നേവിയിലാണെങ്കിൽ സബ് ലെഫ്റ്റനന്റ്, എയർഫോഴ്സിലാണെങ്കിൽ ഫ്ലൈയിങ് ഓഫീസറാണ്. അപ്പോൾ +2 വെച്ചിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ +2 വെച്ചിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ഡിഫൻസിൽ ഏറ്റവും ഉയർന്ന കരിയറിലേക്ക് എത്താൻ പറ്റുന്ന ഒരു എൻട്രിയാണ് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. UPSC NDA നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിലൂടെ നിങ്ങൾക്ക് 2 വർഷം കഴിഞ്ഞാൽ ആർമിയിലാണെങ്കിൽ നിങ്ങൾക്ക് ക്യാപ്റ്റൻ ആകാം, നേവിയിലാണെങ്കിൽ ലെഫ്റ്റനന്റ്, ദെൻ എയർഫോഴ്സ് ആണെങ്കിൽ ഫ്ലൈറ്റ് ലെഫ്റ്റനൻ്റ് ആണ്. പിന്നെ നിങ്ങൾക്ക് 6 വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആർമിയിൽ മേജർ ആകാം. അങ്ങനെ ഉയർന്ന പോസ്റ്റ് ആർമി ചീഫ് വരെ ആകാനുള്ള ആ ഒരു പോസിബിലിറ്റി ഉള്ള പ്രൊമോഷൻ സാധ്യതയുള്ള പോസ്റ്റിലേക്കാണ് നമ്മൾ കയറുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മാത്രമല്ല, നിങ്ങൾ +2 ആണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കയറുന്ന സമയത്ത് നിങ്ങൾ ഈ പറയുന്ന നമ്മുടെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിലൊക്കെ അതിൻ്റെ കംപ്ലീറ്റ് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു ഡിഗ്രിയും നിങ്ങൾക്ക് കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചിട്ടും എല്ലാ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ എക്സാമിനേഷൻ സ്കീം എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വിശദമാക്കുന്ന ഒരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. പിന്നെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റും കാര്യങ്ങളും ഒട്ടനവധി അലവൻസും ഇതിൻ്റെ പേ ലെവൽ 10 ആണ് വരുന്നത്. അത്യാവശ്യം നല്ല പേ സ്കെയിലും കാര്യങ്ങളുമാണത്. അപ്പോൾ ഇത്തരത്തിലുള്ള അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ സമീപത്തായിട്ട് ജോയിൻ ബട്ടൺ ഉണ്ടാവും. അപ്പോൾ ആ ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെമ്പർഷിപ്പ് എടുക്കാം. മെമ്പർഷിപ്പ് എടുത്താലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെമ്പേഴ്സ് ഓൺലി വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. വർക്ക് ഫ്രം ഹോം ജോബ്സും അതുപോലെ മറ്റു കാറ്റഗറി ജോബ്സും കാര്യങ്ങളൊക്കെ നമ്മൾ മെമ്പേഴ്സ് ഓൺലിയും ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല എക്സാം അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അതും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ലോയൽറ്റി ബാഡ്ജസ്, അതിലെ കസ്റ്റം ഇമോജീസ്, അങ്ങനെയുള്ള കുറേ ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക, നമ്മുടെ ചാനലിന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, നോട്ടിഫിക്കേഷനിലേക്ക് തന്നെ വരാം. അപ്പോൾ ഇതാണ് നോട്ടിഫിക്കേഷൻ്റെ ഫസ്റ്റ് പേജിലേക്ക് തന്നെ വരാം. ഇവിടെ കാണാം നിങ്ങൾക്ക് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, അതായത് UPSCയുടേതാണ് നോട്ടിഫിക്കേഷൻ. UPSC ആണ് ഇതിൻ്റെ എക്സാമിനേഷൻ, അതായത് ഇതിൻ്റെ ആ ഒരു സ്ക്രീനിങ് എക്സാമിനേഷൻ നടത്തുക. ഇതിലേക്ക് സെലക്ട് ചെയ്യുന്നത് UPSCയുടെ എക്സാമിനേഷൻ വഴിയാണ്. അപ്പോൾ ഇവിടെ കാണുമെങ്കിൽ 10/12/2025 നോട്ടിഫിക്കേഷൻ UPSCയുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണുന്നെങ്കിൽ ലാസ്റ്റ് ഡേറ്റ്, ഓൺലൈൻ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് December 30 വരെ എനിക്ക് സമയമുണ്ട്. നാഷണൽ ഡിഫൻസ് അക്കാദമി അതുപോലെ നേവൽ അക്കാദമി എക്സാമിനേഷൻ 1 2026. അപ്പോൾ ഇയർലി 2 പ്രാവശ്യമാണ് ഈ നോട്ടിഫിക്കേഷൻ വരിക. അപ്പോൾ ഒന്നാമത്തെ നോട്ടിഫിക്കേഷനാണ്, ഇപ്പോൾ 2026 ഫസ്റ്റ് നോട്ടിഫിക്കേഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന എക്സാമിനേഷൻ നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പറേഷനൊക്കെ വേണം കേട്ടോ. വെറുതെ പോയി നമുക്ക് എഴുതിയാൽ കിട്ടുന്ന സംഭവമല്ല. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ നോക്കുക, അതല്ലെങ്കിൽ ബാക്കിയുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ അറിയാത്തത് കൊണ്ട് ഇതിലേക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്തവരുണ്ടായിരിക്കാം. അപ്പോൾ ഈ പറയുന്ന എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ UPSC ആണ്. അപ്പോൾ അതിൻ്റെ മറ്റു കണ്ടീഷൻസും അതിൻ്റെ വേക്കൻസിയും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് വേക്കൻസി. നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ നിങ്ങൾക്ക് ആർമി അതിൽ മെയിൽ കാൻഡിഡേറ്റ്സ് 198, ഫീമെയിലിന് 10 വേക്കൻസി. പിന്നെ അതുപോലെ തന്നെ നേവിയിൽ 37 വേക്കൻസി മെയിൽ കാൻഡിഡേറ്റ്സിന്, ഫീമെയിലിന് 5 വേക്കൻസി. എയർഫോഴ്സിലാണെങ്കിൽ ഫ്ലൈയിങ്ങിൽ 90 വേക്കൻസി, ഫീമെയിലിന് 2 വേക്കൻസി. ഗ്രൗണ്ട് ഡ്യൂട്ടിയിലുണ്ട്, ടെക് ഉണ്ട്, ടെക്നിക്കൽ മെയിൽ കാൻഡിഡേറ്റ്സിന് 16, ദെൻ ഫീമെയിലിന് 2 വേക്കൻസി. ദെൻ ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ മെയിൽ കാൻഡിഡേറ്റ്സിന് 8 വേക്കൻസി, ഫീമെയിലിന് 2 വേക്കൻസി. പിന്നെ വരുന്നത് നേവൽ അക്കാദമിയിലേക്ക് 21 വേക്കൻസി മെയിൽ, ഫീമെയിൽ 3 വേക്കൻസി, അങ്ങനെ ടോട്ടൽ 24 അവിടെ. അങ്ങനെ 394 വേക്കൻസിയിലേക്കാണ് ടോട്ടൽ വേക്കൻസി വിളിച്ചിരിക്കുന്നത്. അപ്പോൾ വേക്കൻസി എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് വേക്കൻസി ഒക്കെ തന്നെയാണ്. പക്ഷേ ഇതിലൊക്കെ നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുക, ബാക്കിയുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ള കാര്യങ്ങളും കൂടെ നിങ്ങൾ ഉപയോഗിക്കുക. കാരണം അല്ലെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവരും മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതിലേക്ക് ഇവിടെ കണ്ടത് നിങ്ങൾക്ക് നാഷണൽ ഡിഫൻസ് അക്കാദമിയുടെ ഇതിൽ തന്നെ നമുക്ക് 3 സർവീസസ് ആണ്. അതിൽ ഒന്നും കൂടെ കാണാം, ആർമി. ഈ ആർമിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് +2 നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് എടുത്തവർക്ക് അപ്ലൈ ചെയ്യാം, കൊമേഴ്സ് എടുത്തവർക്ക് അപ്ലൈ ചെയ്യാം, സയൻസ് എടുത്തവർക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾ +2 ആണ് അതിൻ്റെ യോഗ്യത. ഓക്കെ, എന്നാൽ ഇവിടെ നേവിയിലേക്ക് അതുപോലെ എയർഫോഴ്സിലേക്ക് അതുപോലെ തന്നെ നേവൽ അക്കാദമിയിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ +2 നിങ്ങൾ സയൻസ് എടുത്ത് പഠിച്ചിരിക്കണം. ഓക്കെ, അവിടെ +2 സയൻസ് മാത്രമേ പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾ നോക്കൂ, ഇവിടെ കൂടുതൽ വേക്കൻസി ഉണ്ടോ? ഈ പറയുന്ന ആർമിയിൽ 208 വേക്കൻസി ആർമിയിലുണ്ട്. അപ്പോൾ ഈ ആർമിയുടെ 208 വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് സയൻസ് എടുത്ത് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം, ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം, കൊമേഴ്സ് എടുത്ത് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം.
ഓക്കെ, അതായത് ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് ഓർ സയൻസ് നിങ്ങൾ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള +2 ക്വാളിഫിക്കേഷൻ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് തീർച്ചയായിട്ടും ആർമിയിലേക്ക് അപ്ലൈ ചെയ്യാം. അത് നിങ്ങൾക്ക് സ്ട്രീം ഏതാണെങ്കിലും കുഴപ്പമില്ല, എനി സ്ട്രീമാണ്. എന്നാൽ നേവി, ഇവിടെ കണ്ടോ, നേവി, എയർഫോഴ്സ്, അതുപോലെ തന്നെ നേവൽ അക്കാദമി, ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ +2 സയൻസ് എടുത്തവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ആ കാര്യം ഇവിടെ പറയുകയാണ്. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. ഈ എക്സാമിനേഷൻ നടക്കുന്ന ഡേറ്റ് 2026 ഏപ്രിൽ 12-നായിരിക്കും കേട്ടോ. അത് ഏകദേശം ഡേറ്റ് ആണ്. ആ ഡേറ്റിന് ഏകദേശം ചെറിയ മാറ്റങ്ങളൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ അറിയിക്കും. UPSC വഴി തന്നെ, വെബ്സൈറ്റ് വഴി തന്നെ അറിയും. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ നിങ്ങൾ നോക്കുക. 2026 ഏപ്രിൽ 12-നായിരിക്കും. അപ്പോൾ അത് വെച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ എന്തിനാണ് ഈ എക്സാമിനേഷൻ നടക്കുന്നത് വെച്ചാൽ, ഫോർ അഡ്മിഷൻ ടു ദ ആർമി, നേവി ആൻഡ് എയർഫോഴ്സ് വിങ്സ് ഓഫ് NDA, അതായത് നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെ 157ാമത്തെ കോഴ്സായിട്ടുള്ള ആ ഒരു കോഴ്സിലേക്ക് ആർമി, നേവി ആൻഡ് എയർഫോഴ്സ് വിങ്ങിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാമിനേഷൻ UPSC കണ്ടക്ട് ചെയ്യുന്നത്. ഇനി അത് മാത്രമല്ല, ആ ഒരു NDAയിലേക്ക് മാത്രമല്ല, 199ാമത്തെ ഇന്ത്യൻ നേവൽ അക്കാദമി കോഴ്സ്, അതായത് INAC എന്ന് പറയും. അതുപോലെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 1 ജനുവരി 2026 ആയിരിക്കും കേട്ടോ. ഈ NDAൻ്റെയും അതുപോലെ നേവൽ അക്കാദമിയിലെയും ഇതിൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1 ജനുവരി 2027. അപ്പോൾ 157ാമത്തെ കോഴ്സായിട്ടുള്ള NDAയിലെ കോഴ്സും അതുപോലെ തന്നെ നേവൽ അക്കാദമിയിലെ 119ാമത്തെ കോഴ്സിലേക്കും ആർമി, നേവി, എയർഫോഴ്സ് വിങ്ങിലേക്ക് ഉദ്യോഗാർത്ഥികളെ അഡ്മിഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാമിനേഷൻ UPSC കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് ട്രെയിനിങ് നിങ്ങൾക്ക് NDAയിലും അതുപോലെ നേവൽ അക്കാദമിയിലേക്കും നിങ്ങളുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് ആണ് 2027 ജനുവരിയിലായിരിക്കും. അപ്പോൾ നിങ്ങളായിരിക്കും 2027 ജനുവരിയിലുള്ളതിന് എന്തിനാണ് ഇപ്പോഴേ സെലക്ട് ചെയ്യുന്നത്? ഇത് വർഷത്തിൽ 2 പ്രാവശ്യം ഈ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, ഇതിന് ഒരു ലോങ് ടേം പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എക്സാമിന് നടക്കുന്നത് 2026 ഏപ്രിൽ 12-നാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ ലിസ്റ്റ് വന്ന് അത് SSB സർവീസ് സെലക്ഷൻ ബോർഡിന് ഇൻ്റർവ്യൂ കാര്യങ്ങളും മറ്റു കുറച്ച് ഒരു 5-6 ദിവസത്തെ പ്രോസസ്സൊക്കെ അതിൽ വരുന്നുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ലോങ് ടേം പ്രോസസ്സാണ്. അപ്പോൾ 2027 ജനുവരിയിൽ 1 ജനുവരിയിൽ തന്നെ ഇതിൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ. ഇനി നമ്മൾ ഇതിൻ്റെ എക്സാമിനേഷൻ സെൻറ്ററാണ്. എക്സാമിനേഷൻ സെൻറ്റർ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ബാംഗ്ലൂർ ഉണ്ട്, ചെന്നൈ ഉണ്ട്, കോയമ്പത്തൂർ ഉണ്ട്. കേരളത്തിലാണെങ്കിൽ കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരമാണ്. ഇനി ഇതിൽ ഏതെങ്കിലും ഉണ്ടോയെന്ന്, ഞാൻ വിട്ടുപോയതുണ്ടോയെന്ന് നോക്കുക. നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. കേരളത്തിൽ ഈ 3 ഞാൻ നോക്കിയ സമയത്ത് കണ്ടത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ബാംഗ്ലൂർ, തമിഴ്നാട്, ഇവിടെ ചെന്നൈ, കോയമ്പത്തൂരൊക്കെ ആണെങ്കിൽ പോയിട്ട് എന്ത് ചെയ്യാം, ഇതാണ് കേട്ടോ. ഇനി ഏജ് ലിമിറ്റ് കാര്യങ്ങളാണ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അൺമാരീഡ് ആയിരിക്കണം എന്നുള്ളതാണ്. മാരീഡ് ആയവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അൺമാരീഡ് ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ മാരീഡ് ആയ ഉദ്യോഗാർത്ഥികളാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ അല്ലെങ്കിലും നിങ്ങൾ ബാക്കിയുള്ളവരിലേക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കും. നിങ്ങൾ ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കാം, ആരും അറിയാതെ പോകണ്ട. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ കാണാം, നിങ്ങൾക്ക് 1 ജൂലൈ 2007 എന്ന് പറയുന്ന ആ ഡേറ്റിൻ്റെ മുൻപാകരുത് എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്. അതുപോലെ തന്നെ ഈ പറയുന്ന 1 ജൂലൈ 2010 കഴിയാനും പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ പറയുന്ന 2 ഡേറ്റിൻ്റെ ഉള്ളിലായിരിക്കണം. ഓക്കെ, ഈ 2 ഡേറ്റിൻ്റെ ഉള്ളിൽ, അതായത് 1 ജൂലൈ 2007 എന്ന് പറയുന്ന ഡേറ്റോ, ഇനി അതല്ല അതിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന 1 ജൂലൈ 2007, 1 ജൂലൈ 2010 എന്ന് പറയുന്ന ഈ ഡേറ്റിൻ്റെ ഉള്ളിലാണോ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് അപ്രോക്സിമേറ്റ് നമുക്ക് വരുന്നൊരു ഏജ് എന്ന് പറയുന്നത് ഏകദേശം 16 to 19 ആണ് കണക്കാക്കുന്നത്. ഓക്കെ, 16 വയസ്സ് to 19 എന്നുള്ളതാണ് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നോക്കുക. ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, വീഡിയോയുടെ താഴെ തന്നിരിക്കുന്ന കേട്ടോ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡേറ്റ്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഈ ഡേറ്റുകളുടെ ഉള്ളിലാണ് വരേണ്ടത്. അങ്ങനെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വളരെ ഇതിൻ്റെ ഏജ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പറയുന്ന NDA എക്സാമിനേഷൻ്റെ. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, 17ൻ്റെ ബോർഡറിൽ അല്ലെങ്കിൽ 18-ലൊക്കെ എത്തുന്ന സമയത്തൊക്കെ അറിഞ്ഞാൽ പോരാ. കുറച്ച് മുന്നേ തന്നെ നമ്മൾ ഏകദേശം 8ാം ക്ലാസ്സിലേക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ ഇതിനെക്കുറിച്ചിട്ടൊരു വീക്ഷണം നമുക്ക് വേണം. എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യണം, എങ്ങനെ അത് സെലക്ട് ആവും, എങ്ങനെ ഇതിൻ്റെ എക്സാം ഇത്തരം കുട്ടികളിൽ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ കുട്ടികളൊക്കെ ഉണ്ട് മാക്സിമം അല്ലെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നേരത്തെ പറഞ്ഞ പോലെ ഫോർ ആർമി വിങ്ങിലേക്കാണെങ്കിൽ, നാഷണൽ ഡിഫൻസ് അക്കാദമിയുടെ ആർമി വിങ്ങിലേക്കാണെങ്കിൽ ജസ്റ്റ് +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻ മതി എന്നുള്ളതാണ്. അല്ലാതെ ഇതിലേക്ക് സയൻസ് വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. സയൻസ് എടുത്തവർക്ക് അപ്ലൈ ചെയ്യാം, ഹ്യൂമാനിറ്റീസ് എടുത്തവർക്ക് അപ്ലൈ ചെയ്യാം, ദെൻ കൊമേഴ്സ് എടുത്തവർക്കും ആർമി വിങ്ങിലേക്ക് അപ്ലൈ ചെയ്യാം. എന്നാൽ എയർഫോഴ്സ് അതുപോലെ തന്നെ ഇവിടെ കാണാം,
എയർഫോഴ്സ്, അതുപോലെ തന്നെ നേവൽ വിങ്സ്, അതുപോലെ അതായത് നാഷണൽ ഡിഫൻസ് അക്കാദമിയിലേക്കുള്ള ബാക്കി വരുന്ന എയർഫോഴ്സിൻ്റെയും നേവൽ വിങ്ങിലേക്കുള്ള ആപ്ലിക്കേഷൻ ആണെങ്കിലും, അതുപോലെ തന്നെ നിങ്ങൾ ഇന്ത്യൻ നേവൽ അക്കാദമിയിലേക്കുള്ള എൻട്രി ആണെങ്കിലും അവിടെ എന്ത് വേണം, +2 പാസ്സായിരിക്കണം. പക്ഷേ നിങ്ങൾ +2 സയൻസ് എടുത്ത് പഠിച്ചിരിക്കണം. ഇവിടെ PCM വേണം. അത് നിങ്ങൾ നിർബന്ധമായിട്ടും +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഈ 3 സബ്ജക്റ്റ് നിങ്ങൾ +2 ലെവലിൽ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ആർമിയിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് +2 ഏത് സ്ട്രീം എടുത്ത് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എന്നാൽ നമ്മുടെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ തന്നെയുള്ള എയർഫോഴ്സ്, നേവൽ വിങ്ങിലേക്കും അതുപോലെ നേവൽ അക്കാദമിയിലേക്കും ഉള്ള വേക്കൻസിയിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം, +2 സയൻസ് മാത്രം പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സയൻസിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഈ 3 സബ്ജക്റ്റ് നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്ന കണ്ടീഷനാണ്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇവിടെ നിങ്ങൾ +2 ഇപ്പം നിലവിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ടല്ലോ, നിങ്ങൾ ഇപ്പം നിലവിൽ +2 നിങ്ങളെന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. +1 പറ്റില്ല, നിങ്ങൾ +2ലായിരിക്കണം. ഓക്കെ, ഇപ്പം നിങ്ങളുടെ ഹാഫ് ഇയർലി എക്സാമിനേഷനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ +2 ആണ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, സെക്കൻഡ് ഇയർ ആണ്, അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. എന്നാൽ ഫസ്റ്റ് ഇയറിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല കേട്ടോ. അപ്പോൾ +2 നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടല്ലേ, അതിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ 11th ക്ലാസ്സിലുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല, അതായത് +1 പറ്റില്ല. ഇനി അപേക്ഷാ ഫീസ് വരുന്നുണ്ട്. SC/ST കാൻഡിഡേറ്റ്സ്, ഫീമെയിൽ കാൻഡിഡേറ്റ്സിനൊന്നും യാതൊരു ഫീസും കൊടുക്കേണ്ട, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. ബാക്കിയുള്ളവർക്കെല്ലാം 100 രൂപ അപേക്ഷാ ഫീസായിട്ട് വരും കേട്ടോ. ഓക്കെ, വളരെ കുറഞ്ഞ ഫീ എമൗണ്ട് തന്നെയാണ്. അപ്പോൾ ഇതിൽ നോട്ടിഫിക്കേഷന് നിങ്ങൾക്ക് എന്ത് ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, താഴെ തന്നിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് ഉള്ള ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. ഇനി ഇതിൻ്റെ സ്കീം, സിലബസ് കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇതിലേക്ക് എന്ന് പറഞ്ഞപ്പോൾ സെലക്ഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു സ്ലൈഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. യെസ്, ഇവിടെ കാണുന്ന ഇതിൻ്റെ സെലക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് റിട്ടൺ എക്സാമിനേഷനാണ് ആദ്യം നടക്കുക. ഫസ്റ്റ് എന്ന് പറയുന്നത് റിട്ടൺ എക്സാമിനേഷനാണ്. രണ്ടാമത് SSB ഇൻ്റർവ്യൂ, അതായത് സർവീസ് സെലക്ഷൻ ബോർഡിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഇത് ഒരു ലോങ് ടേം പ്രോസസ്സാണ് ഇതൊക്കെ കേട്ടോ. അത് ഒരു 4-5 ദിവസത്തൊക്കെ ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പിന്നെ മെഡിക്കലി ഫിറ്റ് ഓർ അൺഫിറ്റ് ആണ്. പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, പിന്നെ മെറിറ്റ് ലിസ്റ്റ്. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഫിസിക്കൽ സ്റ്റാൻഡേർഡ് കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. ഓക്കെ, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. ഇതാണ് അതിൻ്റെ ഒരു സെലക്ഷൻ മെത്തേഡ്. ആദ്യം എക്സാമിനേഷൻ ഉണ്ടാകും, UPSC കണ്ടക്ട് ചെയ്യുന്ന. അതാണ് ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത്. യെസ്, ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഇതിൻ്റെ സിലബസ് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. സബ്ജക്റ്റ് വരുന്നത് മാത്തമാറ്റിക്സ് 2.5 മണിക്കൂറായിരിക്കും. ടൈം ഡ്യൂറേഷൻ 300 മാർക്കിനായിരിക്കും ചോദ്യം. അതുപോലെ തന്നെ ജനറൽ എബിലിറ്റി ടെസ്റ്റ് 2.5 മണിക്കൂറാണ്, 600 മാർക്കിന് നിങ്ങൾക്ക് മാക്സിമം മാർക്ക് കേട്ടോ, 600 മാർക്കിനായിരിക്കും. അങ്ങനെ ടോട്ടൽ എക്സാമിൻ്റെ മാർക്ക് 90 മാർക്ക്. UPSC നടത്തുന്ന എക്സാമിനേഷൻ്റെ മാർക്ക് 90. എന്നാൽ SSB ടെസ്റ്റ് ഓർ ഇൻ്റർവ്യൂക്ക് 90 എന്നല്ല 900 കേട്ടോ, 90 നായിപ്പോയതാണ്, 900 മാർക്ക്. SSB ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂക്ക് 900. ആ 900 പ്ലസ് 1800 മാർക്കിൻ്റെ സെലക്ഷൻ. അപ്പം എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി അതിൻ്റെ ഒരു എത്രത്തോളം എന്താണ് ഹാർഡായിരിക്കും എന്നുള്ളത്. അപ്പോൾ നമ്മൾ വെറുതെ പോയിട്ട് എഴുതിയാലൊന്നും കിട്ടുന്നൊരു സംഭവമല്ല. നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് മനസ്സിലാക്കി പഠിക്കുക തന്നെ വേണം. അപ്പോൾ അതിൻ്റെ ഒരു സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ മാത്തമാറ്റിക്സിൽ വരുന്നത്, അതുപോലെ എന്തൊക്കെയാണ് നമ്മുടെ എന്താ പറയുക ഓരോ കാറ്റഗറിയും, ഓക്കെ ജനറൽ എബിലിറ്റിയിൽ വരുന്നത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളും ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എന്താണ് വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടായില്ല, അവരിലേക്കൊക്കെ നിങ്ങളെ ഒരു എന്താണ് താല്പര്യം, അതായത് ഇതിലേക്കൊക്കെ ജോയിൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെയൊക്കെ നമുക്ക് നല്ലൊരു സ്കീമാണ്. ഓക്കെ, ഇനി ഇതിൽ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ ഒരുപാട് PDF വരുന്നുണ്ട്, 107 പേജ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് സ്ക്രോൾ ഡൗൺ ചെയ്യുന്നത്. പിന്നെ നമ്മൾ വീഡിയോയിൽ എഡിറ്റിംഗ് മാക്സിമം ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ആണ്. അപ്പോൾ മെഡിക്കൽ സ്റ്റാൻഡേർഡും ഫിസിക്കൽ സ്റ്റാൻഡേർഡും ആണ്. അപ്പോൾ ഇതിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ മെഡിക്കൽ എക്സാമിനേഷൻ ഓക്കെ, അത് ആർമിയിലേക്കാണെങ്കിലാണ്, ആർമിയുടെ കാര്യമാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്. ആർമിയിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് നിശ്ചിതമായുള്ള ഹൈറ്റും ഇതൊക്കെ വേണം. അപ്പോൾ ഇതാ നിങ്ങൾക്കിവിടെ കാണാം. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ആർമിയിലേക്ക് നിങ്ങൾക്ക് വേണ്ടത് മിനിമം 152 സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി കേട്ടോ. ഓക്കെ, പിന്നെ ഈ പറയുന്ന ലക്ഷദ്വീപ് ഉള്ളവർക്കൊക്കെ 2 സെൻറ്റിമീറ്ററൊക്കെ റിലാക്സേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 152 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. പിന്നെ അതുപോലെ തന്നെ മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് NDA ആർമിയിൽ ജോയിൻ ചെയ്യാൻ മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് വേണ്ടത് ഏകദേശം അതിലുണ്ട്. ഓക്കെ, ഞാനിത് സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുന്നത് അതിൽ കുറച്ചും കൂടെ നല്ലത്.
അപ്പോൾ ഇവിടെ നമ്മുടെ ആർമിയിലാണെങ്കിൽ നേവൽ ഈ പറയുന്ന ഡിഫൻസ് അക്കാദമിയിലേക്കാണെങ്കിൽ ഫീമെയിലിനാണെങ്കിൽ 152 സെൻറ്റിമീറ്റർ, മെയിലിനാണെങ്കിൽ 157 സെൻറ്റിമീറ്റർ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന എയർഫോഴ്സിലാണെങ്കിൽ ഇപ്പോൾ ആർമിയിലും നേവിയിലും ഏകദേശം സെയിം ആണ് കേട്ടോ. ഈ സെയിം ആണ്. ആർമി നേവിയിലൊക്കെ 152 മെയിലാണെങ്കിൽ 157 ആണ് വേണ്ടത് കേട്ടോ ഹൈറ്റ്. പിന്നെ അതുപോലെ എയർഫോഴ്സിലാണെങ്കിൽ ഫ്ലൈയിങ് ആൻഡ് ഗ്രൗണ്ട് ഡ്യൂട്ടി ബ്രാഞ്ചാണ്. അതിൽ മെയിൽ കാൻഡിഡേറ്റ്സ് ഫ്ലൈയിങ് ബ്രാഞ്ച് ആണെങ്കിൽ 162 സെൻറ്റിമീറ്റർ വേണം. അതുപോലെ ഗ്രൗണ്ട് ഡ്യൂട്ടി ആണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സ് 157 സെൻറ്റിമീറ്റർ വേണം. ഫീമെയിൽ ആണെങ്കിൽ ഫ്ലൈയിങ് ബ്രാഞ്ച് ആണെങ്കിൽ 162 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. അത് ഇപ്പം എയർഫോഴ്സിലാകുമ്പം ഫ്ലൈയിങ് ബ്രാഞ്ചിലാണെങ്കിൽ മെയിലാണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും അതിൽ റിലാക്സേഷൻ ഒന്നുമില്ല. രണ്ടുപേർക്കും 162 സെൻറ്റിമീറ്റർ മിനിമം വേണം കേട്ടോ. പിന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടി ആണെങ്കിൽ ഫീമെയിലിന് 152 സെൻറ്റിമീറ്റർ മതി. ഓക്കെ, ഗ്രൗണ്ട് ഡ്യൂട്ടി ആകുമ്പോൾ അത് മാറുന്നുണ്ട്. മെയിലാകുമ്പോൾ 157, ഫീമെയിൽ ആകുമ്പോൾ 152. ഇതിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുടെ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യാം, നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതവിടെ കഴിഞ്ഞു. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ആർമിയുടെ ആ ഒരു വിഷൻ ഒക്കെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കണ്ണട വെക്കുന്നവർക്കൊക്കെ യൂസ് ചെയ്യാം. അതായത് ഈ നിങ്ങൾക്കിവിടെ കാണാം അൺകറക്റ്റഡ് വിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ലെൻസോ അല്ലെങ്കിൽ ഗ്ലാസ് ഒന്നും ഉപയോഗിക്കാതുള്ള നോർമൽ ആ ഒരു രീതിയിലുള്ള വിഷനാണ്. ഡിലീറ്റ് ചെയ്യട്ടെ. ഇവിടെ കണ്ടോ നിങ്ങൾക്ക് 6/36 ആൻഡ് 6/36. ഇപ്പോൾ രണ്ട് കണ്ണിനും നിങ്ങൾക്ക് 6/36 വരെ എന്ത് ചെയ്യാൻ പറ്റും. 6/36 എന്ന് പറഞ്ഞാൽ നല്ല വളരെ പുവർ ആയിട്ടുള്ള ഒരു വിഷൻ തന്നെയാണ്. ഓക്കെ, നിങ്ങൾക്ക് ലെൻസോ ഇതൊന്നും ഉപയോഗിക്കാതെ കേട്ടോ. 6/36 വരെ എന്താണ് ഇതിൽ അലോ ചെയ്യും. ഓക്കെ, അപ്പോൾ NDA ആർമിയിലേക്ക് അത് എന്നാൽ നിങ്ങൾക്ക് ബെസ്റ്റ് കറക്റ്റഡ് വിഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ 6/6 വരണം എന്നുള്ളതാണ്, റൈറ്റേയും ലെഫ്റ്റേയും. അപ്പോൾ നിങ്ങൾ ഗ്ലാസ് വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ നിങ്ങൾക്ക് ഗ്ലാസ് വെച്ചാൽ 6/6 വരണം എന്നുള്ളതാണ്. ഈവൻ നമുക്ക് ഗ്ലാസ് വെക്കാതെ 6/36 വന്നാലും യാതൊരു പ്രശ്നവുമില്ല. അപ് ടു 6/36 വരെ നിങ്ങൾക്ക് പോകാം, അതിൻ്റെ അപ്പുറത്ത് പോകാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാലും യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ നിങ്ങൾക്ക് ഗ്ലാസ്സോ അല്ലെങ്കിൽ ലെൻസൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം, കറക്റ്റ് നോർമൽ വിഷൻ ഉണ്ടായിരിക്കണം. 6/6 രണ്ട് കണ്ണിനും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇതിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. പിന്നെ അതിൻ്റെ കളർ മയോപ്പിയ, അതുപോലെ ഹൈപ്പർ മെട്രോപ്പിയ, അതിൻ്റെ മറ്റു കാര്യങ്ങളും ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് നോക്കാം. പിന്നെ ഇതിൽ ലേസിക് സർജറി പെർമിറ്റ് ഇല്ല കേട്ടോ ഈ പറയുന്ന ആർമിയിൽ. ഓക്കെ, ചിലതിലൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാം പെർമിറ്റ് എന്ന് കാണാം. ഇതൊക്കെ വേറെ സ്കീമുകളാണ് കേട്ടോ. ഗ്രാജുവേറ്റ് അതിന് ഇക്വലൻ്റ് എൻട്രീസ് ആണ്. ഓക്കെ, അപ്പോൾ അതിലൊക്കെ വ്യത്യാസം വരും. നമ്മളതല്ല, നമ്മുടെ +2 ഇതാണ്. ഇനി അതുപോലെ തന്നെ നേവിയിലേക്കാണെങ്കിൽ ഇതിലേക്ക് നമ്മൾ പറഞ്ഞു മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ ഇതൊക്കെ പറഞ്ഞു. സെയിം ആണ്, ആർമിയുടെ സെയിം ആണ്. 157 152 ആണ് കേട്ടോ. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. പിന്നെ ലക്ഷദ്വീപുള്ളവർക്ക് 2 സെൻറ്റിമീറ്റർ റിലാക്സേഷൻ കൊടുക്കും കേട്ടോ, രണ്ടിലും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ വിഷനാണ്. ഇനി നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. അൺകറക്റ്റഡ് വിഷന് 6/12 ആണ് നേവിയിൽ ആക്സെപ്റ്റ് ചെയ്യുന്നത് കേട്ടോ. രണ്ട് കണ്ണിനും 6/12 വരെ പോകും. അത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഇവിടെ പോയിട്ട് എന്താണ് ഐ ടെസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങളുടെ കാഴ്ച പരിമിതി കാര്യങ്ങളൊക്കെ നോക്കാവുന്നതാണ് നിങ്ങൾക്ക്. അപ്പോൾ 6/12 മാക്സിമം പോകാൻ പറ്റും രണ്ട് കണ്ണും. എന്നാൽ അത് കറക്റ്റഡ് വിഷനിലേക്ക് വരുമ്പോൾ ലെൻസോ അല്ലെങ്കിൽ ഗ്ലാസ്സോ ഉപയോഗിച്ചാൽ 6/6 ഉണ്ടായിരിക്കണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ നേവിയുടെ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് എയർഫോഴ്സിൻ്റെതായിരിക്കും. കുറച്ച് താഴോട്ട് ഇങ്ങനെ വരാണ്ട് കേട്ടോ. ഇതിൽ മെഡിക്കലിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഫിറ്റ് ഓർ അൺഫിറ്റ് കാര്യങ്ങളെ കുറിച്ചിട്ടും. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ എന്തൊരു ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിന് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ദെൻ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എയർഫോഴ്സ് ആണെങ്കിൽ അതിൻ്റെ കാര്യങ്ങളാണ്. നമ്മൾ ഹൈറ്റ് ഇത് ഓൾറെഡി പറഞ്ഞു. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഒന്നുകൂടെ പറയാം. ഗ്രൗണ്ട് ഡ്യൂട്ടി ബ്രാഞ്ച് ആണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സ് 150, ഫീമെയിൽ ആണെങ്കിൽ 152 മതി. ഓക്കെ, ഫ്ലൈയിങ് ബ്രാഞ്ച് ആണെങ്കിൽ മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും എന്ത് വേണം, നിങ്ങൾക്ക് പൈലറ്റ് ഫ്ലൈറ്റ് ടെസ്റ്റ് എഞ്ചിനീയർ ഒക്കെ ആണെങ്കിൽ 162 സെൻറ്റിമീറ്റർ വേണം. ഇനി ഓഫീസറൊക്കെ ആണെങ്കിൽ അവിടെ 157 സെൻറ്റിമീറ്റർ ഉള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ എയർഫോഴ്സിലാകുമ്പോൾ ഹൈറ്റ്, സിറ്റിംഗ് ഹൈറ്റും കാര്യങ്ങളൊക്കെ വേണം, ലെഗ് ലെങ്ത്ത്. ഓക്കെ, അപ്പോൾ അത് ഒക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. സിറ്റിംഗ് ഹൈറ്റും ലെഗ് ലെങ്ത്തും ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. പിന്നെ ഇതിൻ്റെ ഇത്രയാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ മെഡിക്കലായിട്ടുള്ള കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, യെസ്. ഇവിടേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, അവിടെ ഫിറ്റ് ഓർ അൺഫിറ്റ് നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഭാഗം ജസ്റ്റ് ഒന്ന് നിങ്ങൾ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ കേട്ടോ. ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങൾ നോക്കേണ്ട, വേറെ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഇല്ലെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഈ നിശ്ചിതമായുള്ള ഹൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ മതി. പിന്നെ അതുപോലെ തന്നെ നമുക്കിതിൽ ഇതുണ്ട്. ഓക്കെ, ഇത്രയും കുറേ ഉണ്ട് കേട്ടോ ഇതിൽ. നമ്മളിങ്ങനെ ജസ്റ്റ് ഞാനതിൽ എഡിറ്റിങ് നമ്മൾ വല്ലാതെ വരുത്തുന്നില്ല. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ നിങ്ങളിലേക്ക് പെട്ടെന്ന്
കണ്ടന്റ് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് സീക്ക് ചെയ്ത് കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വിഷ്വൽ സ്റ്റാൻഡേർഡ് വരുന്നത് നമ്മുടെ എയർഫോഴ്സിലാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഫ്ലൈയിങ് ബ്രാഞ്ച് ആണെങ്കിൽ കേട്ടോ, ഫ്ലൈയിങ് ബ്രാഞ്ച് ആണെങ്കിൽ 6x6, ഒരു കണ്ണ് 6x6ഉം ഒരു കണ്ണ് 6x9ഉം എന്താണ് പറ്റും. ഓക്കെ, ഇനി കറക്റ്റ് ചെയ്താൽ രണ്ടും എന്ത് വേണം, 6x6 വേണം. ഓക്കെ, കറക്റ്റ് ചെയ്താൽ രണ്ടും 6x6 വേണം. ഇനി NDA ഗ്രൗണ്ട് ഡ്യൂട്ടി ആണെങ്കിൽ നിങ്ങൾക്ക് 6x36 വരെ പറ്റും. അൺകറക്റ്റഡ് ലെൻസും ഇതൊന്നും ഉപയോഗിക്കാതെ നിങ്ങൾക്ക് 6x36 ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പറ്റും. അത് നിങ്ങൾ ബെസ്റ്റ് കറക്റ്റഡ് വിഷൻ അക്യൂറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് 6x6ലേക്ക് തന്നെ വരണം. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് ഇതിലെന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ അത്രയൊക്കെ കാര്യങ്ങളാണ്. പിന്നെ ഇതിൻ്റെ മറ്റു കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, ഇതിലേക്ക് നമ്മൾ ജസ്റ്റ് നോക്കാം, താഴോട്ട് പോയി വെക്കാം. പിന്നെ ഇതിൻ്റെ ട്രെയിനിങ് കോസ്റ്റും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ആണ് കേട്ടോ ചിലവഴിക്കുക. പിന്നെ നിങ്ങൾക്ക് വേണ്ട പോക്കറ്റ് മണി കാര്യങ്ങളുണ്ട്, അതിന് അതത് സ്റ്റേറ്റ് വൈസ് സ്കോളർഷിപ്പ് കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അതൊക്കെ NDA അവിടെ നിങ്ങൾ ട്രെയിനിങ്ങിന് ചേർന്ന് കഴിഞ്ഞാൽ അവർ അസിസ്റ്റ് ചെയ്യും ആ കാര്യങ്ങളൊക്കെ. ഇനി ട്രെയിനിങ് ആണ്. ഇതിലേക്ക് ഇപ്പോൾ നിങ്ങൾ UPSCയുടെ എക്സാമിനേഷൻ എഴുതി 900 മാർക്കിൻ്റെ എക്സാമിനേഷൻ എഴുതി നിങ്ങൾ SSB ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ ഇതിലേക്ക് സെലക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 3 സർവീസ്, അതായത് ആർമി, നേവി, എയർഫോഴ്സിലേക്ക് നിങ്ങൾക്ക് പ്രിലിമിനറി ട്രെയിനിങ് ഉണ്ടായിരിക്കും. ആ പ്രിലിമിനറി ട്രെയിനിങ്ങിൽ അക്കാദമിക് ആൻഡ് ഫിസിക്കൽ ട്രെയിനിങ് ആണ് ഉണ്ടായിരിക്കുക. അത് 3 വർഷത്തേക്കാണ് ഉണ്ടായിരിക്കുക. അത് നാഷണൽ ഡിഫൻസ് അക്കാദമിയിലാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ അതിൽ തന്നെ ഫസ്റ്റ് 2.5 years, അതായത് 2.5 വർഷം എന്തായിരിക്കും എന്ന് വെച്ചാൽ എല്ലാ കേഡറ്റിനും, അതായത് ഈ പറയുന്ന ആർമി ആണെങ്കിലും നേവി ആണെങ്കിലും എയർഫോഴ്സ് ആണെങ്കിലും അവർക്ക് ഈ 3 വിങ്ങും എന്താണ് കോമൺ ആയിട്ടുള്ള ട്രെയിനിങ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ശരിക്കും ഇതൊക്കെ ഒരു നമ്മുടെ എന്താ ഒരു ഡ്രീം ജോബ് എന്നാണ് ശരിക്കും ഇതൊക്കെ എന്ന് പറയുന്നത്. പക്ഷെ പലരും ഇതിനെക്കുറിച്ചിട്ട് അവെയർ അല്ലാത്തത് കൊണ്ടൊക്കെ ഇതിനെക്കുറിച്ച് എന്താണ് വളരെ ടാലൻ്റ് ഉള്ള ഉദ്യോഗാർത്ഥികളൊന്നും അറിയാത്ത കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാകാം എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്തെടുക്കുക കേട്ടോ. ഓക്കെ, പിന്നെ ഇതിൻ്റെ പാസിംഗ് ഔട്ടിൻ്റെ സമയത്ത് നിങ്ങൾക്ക് JNU യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ ആർമി കാഡറ്റിലാണ് നിങ്ങൾ ജോയിൻ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് BSc കമ്പ്യൂട്ടർ അല്ലെങ്കിൽ BA ഈ പറഞ്ഞ ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഡിപ്പെൻസ് ഓൺ നിങ്ങൾ ഹ്യൂമാനിറ്റീസ് ആണ് പഠിച്ചെങ്കിൽ നിങ്ങൾക്ക് BA ആണ് കിട്ടുക. ഇത് നമ്മുടെ സയൻസ് ആണെങ്കിലൊക്കെ നിങ്ങൾക്ക് BSc ഒക്കെ കിട്ടും. ഇനി നേവൽ കാഡറ്റ് ആണെങ്കിൽ അവർക്ക് BTech ഡിഗ്രിയാണ്. എയർഫോഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് BTech ഡിഗ്രി അതല്ലെങ്കിൽ BSc അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ്, ഓക്കെ, കമ്പ്യൂട്ടറൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അതാണ്. അപ്പോൾ നമ്മളുടെ ജസ്റ്റ് നിങ്ങൾക്ക് +2 വെച്ച് നിങ്ങൾ എന്താണ്, അതായത് ഒരു നിങ്ങളുടെ കൂട്ടുകാരോ നിങ്ങളെ വീട്ടിലെ കുട്ടികളൊക്കെ ഉണ്ട്, അവരിലേക്ക് നിങ്ങൾ നല്ല രീതിയിൽ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ വീഡിയോ നിങ്ങൾ കാണിച്ചു കൊടുക്കുക. നമ്മളൊരു 9ാം ക്ലാസ് എന്നൊക്കെ നമ്മളിതിനെക്കുറിച്ച് മനസ്സിലാക്കി ഇതിൻ്റെ എന്താണ് കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് മാത്സും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പതുക്കെ ചെയ്ത് കുട്ടികൾക്ക് ഒരു 10ാം ക്ലാസ് എത്തുന്ന സമയത്തേക്കും ബേസിക് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ലെവലിലേക്ക് +1 പഠിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷനിലൂടെ ഉള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ +2 കഴിഞ്ഞ് നമ്മൾ വേറെ ഡിഗ്രി എടുക്കുന്ന 4 വർഷം കൊണ്ട് നമുക്ക് പ്ലസ് ഒരു ഡിഗ്രിയും കിട്ടും. നമ്മൾ നമ്മുടെ ആർമിയിൽ നേവിയിലൊക്കെ ഉയർന്ന ഓഫീസറായിട്ടാണ് നമ്മൾ കയറുന്നത്. ലെഫ്റ്റനൻ്റ് എന്ന് പറയുന്ന ഓഫീസറായിട്ടാണ് കയറുന്നത്, സാധാ സോൾജറായിട്ടൊന്നല്ല. അപ്പോൾ അതിൻ്റെ ആ ലെഫ്റ്റനൻ്റ് ആയിട്ട് കയറിയാൽ തന്നെ നിങ്ങൾക്ക് അങ്ങനെ കയറി പോകാനുള്ള പോസിബിലിറ്റി അവിടെ ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ക്യാപ്റ്റനും ഒക്കെ നിങ്ങൾക്ക് ആകാം ഒരു നിശ്ചിത വർഷം കഴിയുമ്പോൾ തന്നെ. ഇനി നിങ്ങൾ നേവൽ അക്കാദമിയിലാണ് സെലക്ട് ആകുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രിലിമിനറി ട്രെയിനിങ് ഉണ്ടായിരിക്കും. അതുപോലെ അക്കാദമിക് ആൻഡ് അതായത് ഈ പറഞ്ഞ അക്കാദമിക് ആൻഡ് ഫിസിക്കൽ ട്രെയിനിങ് തന്നെയാണ് പ്രിലിമിനറി ട്രെയിനിങ്ങിൽ ഉണ്ടാകുക. അത് 4 വർഷമാണ് ഉണ്ടായിരിക്കുക. അത് ഈ പറയുന്ന ഇന്ത്യൻ നേവൽ അക്കാദമി ഏഴിമലയിൽ വെച്ചിട്ടായിരിക്കും ഈ പറയുന്ന നിങ്ങൾ നേവൽ അക്കാദമിയിലാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ ഉണ്ടാകുക. അതിൽ നിങ്ങൾക്ക് കിട്ടുന്നത് BTech ഡിഗ്രിയാണ് കേട്ടോ, സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ നിങ്ങൾ പാസിംഗ് ഔട്ട് സമയത്ത് നിങ്ങൾക്കിവിടെ കാണാം നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ നിങ്ങൾ പാസിംഗ് ഔട്ട് ആവുന്ന സമയത്ത് ആർമി കാഡറ്റ്സ് എങ്ങോട്ടാണ് പോകുകയെന്ന് വെച്ചാൽ ആർമി കാഡറ്റ്സിൽ ആർമിയിലേക്ക് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലേക്ക്, അതായത് നിങ്ങളുടെ നിശ്ചിതമായിട്ടുള്ള 3 വർഷമാണല്ലോ. അപ്പോൾ നമുക്ക് നാഷണൽ ഡിഫൻസ് അക്കാദമി ആണെങ്കിൽ ടോട്ടൽ 3 years അല്ലേ അവർ പറഞ്ഞത് അല്ലേ. ആ 3 years നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ പാസിംഗ് ഔട്ട് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലേക്കാണ്, ആർമി കാഡറ്റ് ആണെങ്കിൽ അവർ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിക്ക് ഡെറാഡൂണിലേക്കാണ് എന്ത് ചെയ്യുക അവരെ പ്ലേസ് ചെയ്യുക. പിന്നെ അവിടെ വീണ്ടും നിങ്ങൾക്ക് ട്രെയിനിങ് കാര്യങ്ങളുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ
നേവൽ കാഡറ്റ് ആണെങ്കിൽ അവർ ഇന്ത്യൻ നേവൽ അക്കാദമി ഏഴുമലയിലേക്കായിരിക്കും പോകുക. പിന്നെ അതുപോലെ തന്നെ എയർഫോഴ്സ് കാഡറ്റ് ആണെങ്കിൽ അവർക്ക് ഗ്രൗണ്ട് ഡ്യൂട്ടി, നോൺ ടെക്നിക്കൽ സ്ട്രീം ആണെങ്കിൽ അവർ എയർഫോഴ്സ് അക്കാദമി ഹൈദരാബാദിലേക്കും, ഇനി എയർഫോഴ്സ് കാഡറ്റ് ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക് സ്ട്രീം ആണെങ്കിൽ അത് എയർഫോഴ്സ് ടെക്നിക്കൽ കോളേജ് ബാംഗ്ലൂരിലേക്കാണ് അവരെന്ത് ചെയ്യുക, ഷിഫ്റ്റ് ചെയ്യുക, അവരെ മാറ്റുക. ഓക്കെ, അപ്പോൾ അതാണ് ആ പറയുന്ന വിവിധ ഓരോ കാഡറ്റ് വൈസ് വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് മാറും. അപ്പോൾ ആ സമയത്ത് നമുക്ക് സ്റ്റൈപ്പൻ്റെ എമൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ NDA ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് കേട്ടോ. NDA ട്രെയിനിങ് സമയത്ത് നമുക്ക് സ്റ്റൈപ്പൻ്റെ കാര്യം ഉണ്ടാവില്ല. നമുക്ക് ആ സമയത്ത് നമ്മുടെ ട്രെയിനിങ് കോസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റാണ് ഫണ്ട് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള രീതിയിലാണ് നമുക്ക് ട്രെയിനിങ് ലഭിക്കുക. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് പോക്കറ്റ് മണി കാര്യങ്ങൾക്കൊക്കെ സ്കോളർഷിപ്പ് സപ്പോർട്ടും ഉണ്ടായിരിക്കും. ഇനി ഇവിടെ സ്റ്റൈപ്പൻഡ്, അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ കാഡറ്റ്സിന് കിട്ടുന്നത് 56,100. ഇത് നമ്മുടെ പേ ലെവൽ 10ൻ്റെ സ്റ്റാർട്ടിങ് എമൗണ്ട് ആണ്. ഓക്കെ, അപ്പോൾ പേ ലെവൽ 10ൻ്റെ സ്റ്റാർട്ടിങ് എമൗണ്ട് 56,100. നിങ്ങൾക്ക് ഇപ്പം ഈ പറയുന്ന ഫോർ എക്സാമ്പിൾ നമുക്ക് എന്താണ് നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ നിന്ന് നമ്മൾ പാസിംഗ് ഔട്ടായിട്ട് നമ്മൾ ഈ പറയുന്ന ട്രെയിനിങ്ങിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ NDAയിലുള്ള സമയത്തല്ല, NDAയിൽ നമ്മൾ പാസിംഗ് ഔട്ട് ചെയ്ത് നമ്മൾ മറ്റു അക്കാദമിയിലേക്ക് മാറുന്ന സമയത്ത് നമുക്ക് ട്രെയിനി ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് കിട്ടുന്ന എമൗണ്ടാണ് 56,100 എന്ന് പറയുന്നത്. ഓക്കെ, അത് പേ ലെവൽ. പിന്നെ നമ്മൾ കംപ്ലീറ്റ് നമ്മൾ സക്സസ്ഫുള്ളി കമ്മീഷനിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ആ ഒരു സാലറി ആയിരിക്കും കിട്ടി തുടങ്ങുക. പിന്നെ ഒട്ടനവധി അലവൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ലെഫ്റ്റനൻറ്റ് മേജറിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ പേ ലെവൽ 10 ആണ് സ്റ്റാർട്ടിങ്. ലെഫ്റ്റനൻറ്റ് 56,100 1,75,500 ക്യാപ്റ്റനിലേക്ക് വരുമ്പോൾ അത് മാറി 61,300 മുതൽ 1,93,900 ആവും. മേജറിലേക്ക് വരുമ്പോൾ അത് നിങ്ങൾക്ക് 2 ലക്ഷത്തിൻ്റെ മുകളിലേക്ക് വരും. പിന്നെ അങ്ങനെ കയറി നിങ്ങൾക്ക് കാണാം 2.5 ലക്ഷം ഫിക്സഡൊക്കെ ആയിട്ട് കിട്ടുന്ന പേ ലെവൽ 10 വരെ നിങ്ങൾക്ക് ആർമി ചീഫൊക്കെ ആവാനുള്ള സാധ്യതയുള്ള പോസ്റ്റാണ്. പിന്നെ നിങ്ങൾക്ക് MSP അലവൻസ് ഒക്കെ പറഞ്ഞിട്ട് ഒട്ടനവധി നിങ്ങൾക്ക് പോസ്റ്റിംഗ് ലൊക്കേഷൻ മാറുന്നതനുസരിച്ച് അലവൻസ്, ഏരിയ അലവൻസ്, ഒരുപാട് ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, ഒരുപാട് ബെനിഫിറ്റ് നമ്മൾ പറഞ്ഞാൽ തീരുള്ളത്, ഒരുപാട് ബെനിഫിറ്റ്. റേഷൻ കാർഡ്, ട്രാൻസ്പോർട്ട് അലവൻസ്, ചിൽഡ്രൻ എഡ്യൂക്കേഷൻ, ഹോസ്റ്റൽ സബ്സിഡി എന്നൊക്കെ പറഞ്ഞിട്ട് അലവൻസ് ആണ് ഏറ്റവും ഭയങ്കര അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് അങ്ങനെ കയറി പോകാം. അപ്പോൾ ഇതിലേക്ക് ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് തരാം. അതിൽ ക്ലിക്ക് ചെയ്താൽ UPSC NDA എന്നെ റിക്രൂട്ട്മെൻറ്റ് 2020 താഴോട്ട് സ്ക്രോളും ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് മറക്കണ്ട, December 30. ഏറ്റവും താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ കാണാം. നോട്ടിഫിക്കേഷൻ നിങ്ങളോട് ക്ലിക്ക് ചെയ്യാമെന്ന് കൊടുത്താൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ UPSCയുടെ ഓൺലൈൻ പോർട്ടലിലേക്കാണ്. ഇതിൽ നിങ്ങൾ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്താൽ മതി. ഓക്കെ, പിന്നീട് നിങ്ങൾക്ക് വരുന്ന എക്സാമിനേഷനൊക്കെ നിങ്ങൾ ആ ലോഗിൻ ക്രെഡൻഷ്യൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് മറ്റു എക്സാമിനേഷനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ PSCയിലൊക്കെ ചെയ്യുന്ന പോലെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പേജിലാണ് കൂടെ കാണാം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. അപ്പോൾ ഇവിടെ സ്റ്റെപ്പ് കാണാം, നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യണം. ആദ്യം ക്രിയേറ്റ് ആൻ അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കാണാം ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് കാണാം. പിന്നെ ഇതിൽ നമ്മൾ രണ്ടാമത്തെ കാണാം ലോഗിൻ എന്നും കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്താൽ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പം നമ്മൾ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡിക്ലറേഷനൊക്കെ റീഡ് ചെയ്തു. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് സ്റ്റെപ്പുകൾ ഉണ്ടാവും, അത് നമ്മൾ അങ്ങനെ ചെയ്തു പോയാൽ മതി. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താല്പര്യം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ നമ്പറിലേക്ക് നമ്മൾ മെയിൽ ID കാര്യങ്ങളൊക്കെ കൊടുത്ത് OTP വെരിഫൈ ഒക്കെ ചെയ്ത് നമ്മൾ അങ്ങനെ സെൻഡ് ചെയ്ത് പോകണം. ഓക്കെ, അങ്ങനെ ഓരോ സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്ത് നമ്മളിതിൽ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും, പേഴ്സണൽ ഡീറ്റെയിൽസും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക് യു.